ഹലോ ഗൈസ്, കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യണത്. അപ്പോൾ തന്നെ അധികം വാചകം അടിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മളൊരു കിവി സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ കിവി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ലെയറൊക്കെ ഔട്ടർ ലെയർ പീൽ ചെയ്ത് കളയുക. എന്നിട്ട് അതിങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കിവി കട്ട് ചെയ്ത് 2 കിവിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കിവി കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ബ്ലെൻഡറിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ബ്ലെൻഡറോ മിക്സിയോ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മിക്സിയിലാണ് ഇട്ടിട്ടുള്ളത്. ആണ് വീട്ടിൽ അവൈലബിൾ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നിങ്ങൾക്ക് സ്മൂത്തിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിവി ചൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഏലക്കയുടെ സീഡ്സ് ഇടുന്നുണ്ട്. 2 ഏലക്കയുടെ സീഡ്സാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് ഇലാച്ചി ഫ്ലേവർ ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ പാൽ ആവശ്യത്തിന് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ബ്രാൻഡും ടൈപ്പും ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനൊരു അറൗണ്ട് ഒരു 200 to 250 ml ആണ് ഞാൻ പാലെടുത്തിട്ടുള്ളത്. എനിക്കൊരാൾക്ക് അത്ര ആവശ്യം മതിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അത്രയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹണിയോ ഒന്നുകിൽ ഷുഗറോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഹെൽത്ത് പരമായിട്ടുള്ള കൺസിഡറേഷൻ മൂലം ഞാൻ ഹണിയാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഹണിയല്ല ഷുഗർ മതി എന്നുണ്ടെങ്കിൽ ഷുഗർ യൂസ് ചെയ്യാം. ഇനി അതല്ല ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഹണിയും ഷുഗറും ഒക്കെ ഒഴിവാക്കാവുന്നതാണ്. ഇപ്പം പക്ക ഹെൽത്ത് നോക്കുന്നവർക്ക് ഇതൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് കിവി ഫ്രൂട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ചൊരു ടേസ്റ്റിൻ്റെ ഒരു എലമെൻറ്റും കൂടെ വരുന്നത് കൊണ്ട് ഞാൻ കിവിയുടെ കൂടെ ഹണി ആഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്ക് നല്ല അടിപൊളി ഒരു സ്മൂത്തി കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും പറയേണ്ടതാണ്. എങ്ങനെയുണ്ട്, ടേസ്റ്റി ആണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഒരു സ്മൂത്തി തന്നെയായിരുന്നു. നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. റിഫ്രഷ്മെൻ്റ് ഒക്കെ കിട്ടും, നല്ലൊരു ഹാപ്പിനെസ് ഒക്കെ കിട്ടും. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാണ്. സോ നിങ്ങളും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷേ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് വീഡിയോയിൽ പറയുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.